ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു ആസ്ട്രോയിഡ് വരുന്നുവെന്ന് കേൾക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരം വാർത്തകളൊക്കെ അല്പം ഭീതിയോടുകൂടിയായിരിക്കും മനുഷ്യർ കേൾക്കുക. കാരണം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുമോ, വന്ന് പതിച്ചു കഴിഞ്ഞാൽ ഭൂമിക്ക്. കാരണം പഴയ കഥ നമുക്കറിയാം, ഈ ദിനോസറുകളുടെയൊക്കെ വംശനാശത്തിന് കാരണമായത് ഒരു ഉൽക്കാപതനമായിരുന്നു. എന്താണ് ഇതിൻ്റെ വിശദാംശം? ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ ചിഹ്നഗ്രഹമാണ്. ചിഹ്നഗ്രഹം, ഗൃഹമല്ല ഗ്രഹമാണ്. അതെ, അല്ലെങ്കിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും തിരിച്ച് വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ പറയുന്നത് നക്ഷത്ര സദൃശ്യമായിട്ടുള്ള ഒരു ചെറിയ ഗ്രഹമാണ് ഇതെന്നാ പറയുന്നത്. ഇത് സൗരയൂഥത്തിൽ സൂര്യനെ ചുറ്റുന്ന വളരെ ചെറിയ പാറ കഷ്ണങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവയെ ഗ്രഹങ്ങളുടെ ആദ്യകാല രൂപമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ സൗരയൂഥം രൂപപ്പെട്ട കാലത്ത് ഗ്രഹങ്ങളായി മാറാത്ത ഈ പൊടിയും വാതകവും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന ആസ്ട്രോയിഡ്സ് രൂപപ്പെട്ടു വരുന്നത്. ഭൂരിഭാഗം ആസ്ട്രോയിഡ്സും അല്ലെങ്കിൽ ചിഹ്നഗ്രഹങ്ങളും ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹങ്ങളുടെ ആ ഒരു വലയത്തിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇവയെ പ്രധാനമായിട്ടും 3 തരമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. കാർബണേഷ്യസ്, സിലിക്കേറ്റ്, ലോഹങ്ങൾ സമ്പുഷ്ടമായിട്ടുള്ള തരം എന്നിങ്ങനെയാണ് അത്. അപ്പം മറ്റു ചില പേരുകളുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഇവയെ ചെറിയ ലോഹീയമോ അല്ലാത്തതോ ആയ ശിലാശലകങ്ങൾ എന്നൊക്കെയും പറയാറുണ്ട്. അപ്പൊ ഇതിൻ്റെ വേറൊരു സംഭവമാണ് ഈ പറയുന്ന ഉൽക്ക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. എന്തായാലും ഇപ്പോൾ പ്രിയൻ ചോദിച്ചതുപോലെ ആസ്ട്രോയിഡ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് നാസയാണ്. നാസയാണ് പറയുന്നത് 2025, അതായത് 2025 QV9 എന്ന് പറയുന്ന അത് അവർ ഇടുന്ന ഒരു പേരാണ്, തിരിച്ചറിയാനായിട്ട് ഇടുന്ന ഒരു പേരാണ്. ആ ചിഹ്നഗ്രഹമാണ് ഭൂമിയിലേക്ക് വരുന്നതായിട്ട് നാസ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇതിന് ഏതാണ്ട് 100 അടി വലിപ്പമുണ്ട് എന്നാണ് പറയുന്നത്. ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 4.2 ദശലക്ഷം കിലോമീറ്റർ അകലെയോ, അതായത് ചന്ദ്രനിലേക്കുള്ള ഒരു ദൂരം ഉണ്ടല്ലോ, ഈ ചന്ദ്രനിലേക്കുള്ള ദൂരത്തിന്റെ 10 മടങ്ങ് അകലെ കൂടിയാണ് ഇത് കടന്നു പോവുക എന്നാണ് പറയുന്നത്. അപ്പൊ ഭൂമിക്ക് നേരിട്ടൊരു ഭീഷണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി എങ്ങാനും ബിരിയാണി കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതും പറയാനൊന്നും പറ്റില്ല. ഇത് അതിൻ്റെ എന്താ പറയുക, പോക്ക് വ്യതിചലിക്കുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇതൊരു നിയർ എർത്ത് ഒബ്ജക്റ്റ് ആയിട്ട്, അതായത് ഭൂമിക്ക് അടുത്തുള്ള ഒരു കാര്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് ചെലിയാബിൻസ്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഓർമ്മയുണ്ടാവും. 2013 റഷ്യയിലെ ചെലിയാബിൻസ്കിൽ ചെറിയ ബഹിരാകാശ വസ്തുക്കൾ വന്ന് വീണിരുന്നു. അത് ഇത്തരത്തിലൊരു മുന്നറിയിപ്പൊക്കെ ഉണ്ടായതാണ്. എല്ലാവരും ഇങ്ങനെ ഇതായിട്ടിരുന്നതാണ്, പ്രതീക്ഷിച്ചിരുന്നത്. അതായത് വരുന്നുണ്ട് എന്നുള്ളത് അറിയാം. അങ്ങനെ വന്ന് പതിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബഹിരാകാശ വസ്തുക്കൾ നമ്മുടെ ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ആഘാതം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം അതിലൂടെ ബോധ്യപ്പെട്ടു. ഏതാണ്ട് 65 അടി വലിപ്പമുള്ള ഉൽക്കയാണ് അന്തരീക്ഷത്തിൽ വെച്ച് അന്ന് പൊട്ടിത്തെറിച്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഈ ചെലിയാബിൻസ്കിൽ വന്ന് പതിക്കുന്നത്. അന്ന് 1500ഓളം പേർക്കാണ് ഈ ഒരു സംഭവത്തിൽ റഷ്യയിൽ പരിക്കേറ്റത്. കൂടാതെ ഏതാണ്ട് 7000 കെട്ടിടങ്ങൾ തകരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രഹങ്ങളെ പ്രതിരോധിക്കാനായിട്ട് കാര്യമുള്ള എന്താ പറയുക, ഗ്രഹങ്ങളെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മളൊരു പഠനം നടത്തേണ്ടതുകൊണ്ട് പല രാജ്യങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്താനുള്ള സംഘങ്ങളുണ്ട്. അപ്പോൾ ഈ ഗ്രഹങ്ങളെ പ്രതിരോധിക്കേണ്ട ആവശ്യകത അന്നേരം ഉടലെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അതിന് മുമ്പും തുടങ്ങിയിട്ടുണ്ടാകാം. അങ്ങനെ നാസയ്ക്ക് ഇത്തരത്തിൽ ഗ്രഹങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണം, ഇത്തരത്തിൽ വരുന്ന ഗ്രഹങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് പഠിക്കുന്നതിന് വേണ്ടി ഒരു സ്പേസ് ഒരു സെന്റർ ഉണ്ട്. ആ സെന്റർ എന്ന് പറയുന്നത് ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരതിനെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു കേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ഡാർട്ട് മിഷൻ എന്നാണ് ഇതിനെ ചുരുക്കി പറയുന്നത്. അപ്പോൾ 2022 ഡീമോഫോർസ്ഡ് ആസ്ട്രോയിഡിൽ ബഹിരാകാശ പേടകം ഇടിച്ചിറക്കി ഇതിൻ്റെ ഒരു ഭ്രമണപഥം തന്നെ മാറ്റിവിട്ട്
ഈ ഒരു എന്താ പറയുക ഇത് ഉണ്ടാകുന്ന, അതായത് ആ ഒരു ചിഹ്നഗ്രഹം വരുമ്പോൾ ഉണ്ടാകുന്ന ആഘാതത്തെ തടുത്തു വിട്ട ഒരു പ്രക്രിയ ഈ നാസയുടെ ഈ ഒരു ഡാർട്ട് മിഷൻ വഴി അവർ നടത്തിയിരുന്നു. ഇത് ഇങ്ങനെ നടത്തി കഴിഞ്ഞപ്പോൾ, ഡാർട്ട് മിഷൻ നടത്തി കഴിഞ്ഞപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്ത് ചെയ്തു, അവരുടെ ബഹിരാകാശ ഏജൻസി നാസയുടെ ഡാർട്ട് മിഷൻ എങ്ങനെയാണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ഫെറ മിഷൻ എന്ന് പറഞ്ഞ ഒരു ദൗത്യം തുടങ്ങി. അപ്പോൾ ആ ഒരു പേടകം അയച്ച് EUന്റെ ബഹിരാകാശ ഏജൻസി ഈ സംഭവം എങ്ങനെയാണ്, ഈ പറയുന്ന ഡാർട്ട് മിഷൻ എങ്ങനെയാണ് അവർ നടത്തിയത്, എന്തൊക്കെയാണ് അതിൽ ഉപയോഗിച്ചത്, ഇത് എങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ളത് പഠിക്കാനായിട്ട് തയ്യാറെടുത്തു എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയും മോശമൊന്നുമല്ല. ഇന്ത്യയുടെ ISRO ഈ പറയുന്ന ഭീഷണികളെയൊക്കെ നിരീക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് തുടക്കമിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതേക്കുറിച്ച് മറ്റുള്ളവർ പഠിച്ചത് എങ്ങനെയാണ്, അതിന് അവർ എന്തെല്ലാം മാർഗങ്ങളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഏത് രീതിയിലെല്ലാം ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും, ഇതുവരെ ഈ പറയുന്ന പോലെ നാസ ആയിക്കോട്ടെ, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ആയിക്കോട്ടെ, അവരെല്ലാം എവിടെ പറഞ്ഞു നിർത്തിയോ അവിടെ നിന്ന്, അത് പഠിച്ചതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ നമ്മുടെ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്കുള്ള പഠനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും 2030 നമ്മൾ സംരക്ഷണ സംവിധാനം, ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ഒരു സംഭവം ശക്തിപ്പെടുത്താനും ആസ്ട്രോസാറ്റ് 2 പോലുള്ള നിരീക്ഷണ ഉപഗ്രഹങ്ങളൊക്കെ വഴി നേരത്തെ കണ്ടെത്താനുമുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുള്ള പ്രോജക്റ്റുകളൊക്കെ ISRO നടപ്പിലാക്കുന്നുണ്ട്. ISROയുടെ കുതിപ്പ് ഇപ്പം നമുക്കറിയാം, അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല. അപ്പം എന്തായാലും ഈ കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള UNOSA പോലുള്ള സംഘടനകളുണ്ട്. ആ സംഘടനകൾ നാസ, ESA, ISRO തുടങ്ങിയിട്ടുള്ള ബഹിരാകാശ ഏജൻസികൾക്കൊക്കെ ഗ്രഹ സംരക്ഷണത്തിനായിട്ട്, ഇതിനെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് സഹകരണമൊക്കെ ഉറപ്പാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഭാവിയിലേക്ക് നമുക്ക് ഈ ഒരു കാര്യങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആസ്ട്രോയിഡുകളുടെ സഞ്ചാരപാത മാറ്റാൻ ഭാവിയിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2022 ഒരു ബഹിരാകാശ പേടകം ഇടിച്ചിറക്കി അതിൻ്റെ ഭ്രമണപഥം തന്നെ മാറ്റി വിട്ടുകൊണ്ടാണ് നാസ ഈ ഒരു കാര്യം ചെയ്തു നോക്കിയത്. അത് പഠിക്കാനാണ് യൂറോപ്യൻ ഏജൻസി അവരുടെ ഫെറ മിഷൻ തന്നെ തയ്യാറെടുത്തതും. അപ്പോൾ ഒന്നാമത്തത് കൈനറ്റിക് ഇമ്പാക്ടർ എന്നാണ് പറയുന്നത്. അത് ബഹിരാകാശ പേടകമൊക്കെ ഉപയോഗിച്ച് ആസ്ട്രോയിഡ്സിൽ ഇടിച്ചിറക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഗ്രാവിറ്റി ട്രാക്ടർ എന്ന് പറയും. ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് ആസ്ട്രോയിഡ്സിന്റെ സഞ്ചാരപാത മെല്ലെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ലേസർ അബ്ലേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിക്കാനുള്ള സാധ്യത, ഈ പറയുന്നതൊക്കെ വരും ഭാവിയിൽ ഇതെങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ലേസർ രശ്മികളൊക്കെ ഉപയോഗിച്ച് ആസ്ട്രോയിഡ്സിന്റെ ഉപരിതലം, മുകൾ ഭാഗമൊക്കെ നീക്കം ചെയ്ത് അതിൻ്റെ ഗതി മാറ്റാനുള്ള സാധ്യതകൾ ആരായുകയാണ് ചെയ്യുക. പിന്നീട് വരുന്നത് ആണവ സ്ഫോടനമാണ്. ഏറ്റവും അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ഇത്തരത്തിലുള്ള നമുക്ക് തടുക്കാൻ കഴിയും, അല്ലെങ്കിൽ വലിയ വിപത്തുണ്ടാകും എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളിൽ വലിയ ഗ്രഹശകലങ്ങളെയൊക്കെ വിഘടിപ്പിക്കാൻ, അതായത് ചിതറിച്ച് കളയാനായിട്ട് ആണവായുധങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്നാൽ പ്ലാനറ്ററി ഡിഫൻസ് എന്നുള്ളത് ഇപ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ പോലെയുള്ളതല്ല. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ പല കാര്യങ്ങളും കാണുന്നതാണ്. അപ്പോൾ അതൊരു സിനിമ മാത്രമല്ല, പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താ പറയുക മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളൊക്കെ വിവിധ രാജ്യങ്ങളുടെ ഏജൻസികളും ബഹിരാകാശ ഗവേഷണ ഏജൻസികളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.